ബിജു ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്ത്യക്ക് ബമ്പർ അടിച്ചു. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യക്ക് ബമ്പർ അടിച്ചത്. അമേരിക്കയുടെ ഒരു പങ്കുകൂടെ ഇതിലുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ചൈനയെ തളയ്ക്കാനുള്ള സകല വഴികളും ഡൊണാൾഡ് ട്രംപ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഉണ്ടായിരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഡൊണാൾഡ് ട്രംപിന് പ്രശ്നം ഉണ്ടായിരുന്നത് ചൈനയുമായിട്ടാണ്. പ്രധാനമായിട്ടും ടെക് യുദ്ധങ്ങളാണ് കേട്ടോ നടക്കുന്നത്. ഇപ്പൊ ഡീപ് സീക്കും ചാറ്റ് ജിപിടിയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് പോലെ അന്ന് ആൻഡ്രോയിഡും ചൈനയുടെ ഏതോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ചൈന ഇറക്കുന്ന ഹ്യുവാവേ എന്ന് പറഞ്ഞ ഫോണൊക്കെ ഇല്ലേ, ആ ഫോണിന് പ്രധാനമായിട്ടും അതും പിന്നെ നമ്മുടെ അമേരിക്കൻ ടെക് ഭീമന്മാരും ഒക്കെ അതിഭീകരമായിട്ടുള്ള കോൺഫ്ലിക്റ്റിലായിരുന്നു. ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈന എങ്ങനെയെങ്കിലും തളച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഇപ്പൊ 3-ാം ഘട്ടത്തിൽ ബന്ദികളെ കൈമാറി കഴിഞ്ഞു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയൊന്നും ഉതിർക്കാൻ തയ്യാറായിട്ടില്ല. അതൊക്കെ വച്ചിട്ട് നമ്മുടെ ജയശങ്കർ വിദേശകാര്യമന്ത്രി അദ്ദേഹം UAE പോയി അവിടെ വലിയ ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ IMEC, അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കോറിഡോർ, അത് തുറക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കോറിഡോറിന് 2 ഇടനാഴികളാണുള്ളത്. ഒരു കിഴക്കൻ ഇടനാഴിയും ഒരു വടക്കൻ ഇടനാഴിയും. ഈ കിഴക്കൻ ഇടനാഴി ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിൽ കയറി അവിടെ നിന്ന് ജോർദാൻ വഴി അവിടെ നിന്ന് ഇസ്രായേൽ വഴി ഇസ്രായേൽ വരെ എത്തും. ഇസ്രായേലിൽ നിന്ന് പിന്നീട് ഗ്രീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗ്രീസിൽ വഴി ഇറ്റലി, ഫ്രാൻസ് അങ്ങനെയാണ് പോകുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു ഇടനാഴി, ഒരു പാത, അതാണ് ഉദ്ദേശിക്കുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡിന് കനത്ത തിരിച്ചടിയാണെന്ന് പറയുന്നു. രണ്ടാമതൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് 150 രാജ്യത്തിലൂടെയാണ് ബിജു ചേട്ടാ ഈ ബെൽറ്റ് ആൻഡ് റോഡ് കടന്നു പോകുന്നത്. 150 രാജ്യം. ആഫ്രിക്ക, ഏഷ്യ, മധ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലെ 150 രാജ്യം. ചില്ലറ സംഭവമല്ല ചൈന മെനഞ്ഞെടുക്കുന്നത്. 2013 തന്നെ ഈ ബെൽറ്റ് ആൻഡ് റോഡിനുള്ള പണി തുടങ്ങി കഴിഞ്ഞു ചൈന. അങ്ങനെ 150 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു പൊൻതൂവൽ എന്ന് പറയുന്നത് ഒന്ന് പാകിസ്ഥാനിലെ ബലൂച്ച് ഏരിയയും രണ്ടാമത് സൂയിസ് കനാലുമാണ്. ട്രംപ് വന്നുടനെ തന്നെ ഈ സൂയിസ് കനാലിനെ തകർക്കാനായിട്ട് സമാന്തരമായിട്ട് ഇസ്രായേലിനെ നടുവേ പിളർത്തിക്കൊണ്ട് ഒരു കരാറിനായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കനാല് പണിയണമെങ്കിൽ ഗാസ സിറ്റി വേണം. ഗാസ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, അവിടെ ആളില്ല. വടക്കൻ ഗാസ പൂർണ്ണമായി ഒഴിപ്പിച്ചു കഴിഞ്ഞു. ആ വടക്കൻ ഗാസയിൽ ചെന്നിറങ്ങും ആ കനാല്. സൂയിസ് കനാലിനെ കാട്ടിലും മികച്ച കനാല്, സൂയിസ് കനാലിനെ കാട്ടിലും ചെലവ് കുറവ് എന്ന് പറഞ്ഞാൽ കടന്നു പോകാൻ കപ്പലുകൾക്ക് ഗതാഗത കുരുക്കില്ല. സൂയിസ് കനാലിലൂടെ എനിക്ക് തോന്നുന്നു ഒരു കപ്പലിനെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു, സബ്ജക്ട് ടു കറക്ഷൻ. ഇവിടെ 2 കപ്പലിന് ഒരു സമയം കടന്നു പോകാം, ഗതാഗത കുരുക്കില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചൈനയെ തളയ്ക്കാനുള്ള സകല വെടികളും നടക്കുകയാണ്. അതിന്റെ ഇടയിലാണ് നമ്മുടെ IMEC ബെൽറ്റ് നമ്മുടെ മിഡിൽ ഈസ്റ്റ് കോറിഡോർ വരുന്നത്. അപ്പൊ ഇതൊരു വലിയ സംഭവമാണ്. ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് നിർണായക മേഖലയാകും എന്നാണ് ഇതിന്റെ വിദഗ്ധരൊക്കെ പറയുന്നത്. പോരാത്തതിന് ജയശങ്കർ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, അത് എന്റെ ഹൃദയത്തിൽ കയറി തളച്ചു. അതായത് ബഹുരാഷ്ട്ര സഹകരണത്തിന് കണക്ടിവിറ്റിയേക്കാൾ ശക്തമായിട്ടുള്ള ഒരു ഡൊമൈൻ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും പരസ്പരം കണക്ട് ആവാൻ പോവുകയാണെന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഈ IMECയെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം? നമ്മുടെ IMECയുടെ വെല്ലുവിളികളൊക്കെ അവസാനിച്ചോ? കാരണം ഈ വഴികൾ കടന്നു പോകുമ്പം അവിടെ ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട്. ഹൂത്തി വിമതനുണ്ട്, ISIS ഉണ്ട്, അങ്ങനെ ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട്. ഇവരൊക്കെ നമ്മൾക്ക് പണി തരാനുള്ള സാധ്യത ഉണ്ടോ? ഇത് 2024 G20-ലാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത്, ഇങ്ങനെ ഒരു കോറിഡോറിനെ കുറിച്ച്. അപ്പോൾ ആ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ അത് ലോകത്ത് വലിയ ഒരു ചർച്ചയായി മാറിയത്. ഇവിടെ ഇപ്പൊ ധനുഷ് പറഞ്ഞതുപോലെ ജയശങ്കർ പറഞ്ഞത് മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിന്റെ പോളിസി ഈ കണക്ടിവിറ്റി തന്നെയാണ്. കണക്ടിവിറ്റി മാത്രമല്ല, കമ്മ്യൂണിക്കേഷനും ഒരു പ്രധാന ഘടകമാണ്. അതായത് നിരന്തരം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരികൾ മറ്റൊരു രാജ്യവുമായി സൗഹൃദ ബന്ധം നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ഊട്ടി ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇതുപോലെ പുട്ടിനെ മോദി വിളിക്കുകയോ ഇല്ലെങ്കിൽ മോദിയെ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച് തമാശ പറയുകയോ ഒന്നും ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ഒന്നുകിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടാകും, അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകും. മിഡിൽ ഈസ്റ്റിൽ എന്ന് പറഞ്ഞാൽ 6 മാസം ഒരിക്കൽ നമ്മുടെ ഒരു മന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രിമാര്. അത് ആരെങ്കിലും ഒരാളായിരിക്കും, പക്ഷെ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു മന്ത്രി ആയിരിക്കും. അത് ഉറപ്പായിട്ട് അവിടെ ഉണ്ട്. അവിടെ നിന്നുള്ള ഭരണാധികാരി മിക്കവാറും ഒക്കെ നമ്മളിപ്പോൾ വാർത്തകൾ പലരും നൽകുന്നില്ല എന്നേ ഉള്ളൂ. അവിടെയുള്ള ഭരണാധികാരികൾ ഒരുപക്ഷെ അവിടുത്തെ മന്ത്രിമാരാരെങ്കിലും ആയിരിക്കാം, ഈ മിഡിൽ ഈസ്റ്റ് അറബ് കൺട്രീസിലെ ഏതെങ്കിലും മന്ത്രിമാരൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അത് വലിയ വാർത്താ പ്രാധാന്യം നേടാത്തത്. പക്ഷെ അവിടെ രാജാവോ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു മെയിൻ ആളുകളൊക്കെ വരുമ്പോഴാണല്ലോ വാർത്താ പ്രാധാന്യം. പക്ഷെ അവിടുത്തെ മന്ത്രിയൊക്കെ വരുന്നു. ഇതേപോലെ നമ്മുടെ മന്ത്രി അവിടെ ചെല്ലുന്നു, അവിടുത്തെ മന്ത്രി വരുന്നു. അത് എല്ലാവരുമായിട്ട് ഫോണിൽ
ഏതു സമയവും ബന്ധപ്പെടാനുള്ള സൗഹൃദം നരേന്ദ്രമോദി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം 2014 കയറി. ആദ്യത്തെ അദ്ദേഹത്തെ കുറിച്ചുള്ള പരാതി ഉലകം ചുറ്റും വാലിബാൻ എന്നായിരുന്നു. എല്ലായിടത്തും കിടന്ന് അദ്ദേഹം എല്ലായിടത്തും പോകുന്നു. എന്തിനാണ് ഈ ടൂർ പോകുന്നതെന്ന് ചോദിച്ചതിന്റെ ഫലം നമ്മളിപ്പോ അതെ അതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഈ ടൂർ പോകുന്നു എന്ന് മാത്രമല്ല, ഈ ടൂർ പോകുന്നവരെയൊക്കെ സൗഹൃദപരത്തിൽ കൊണ്ടുവരാനും അവരുമായിട്ട് ഫോൺ ചെയ്യാനും നമ്മുടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ട്സുകൾ തമ്മിൽ കാണുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് അന്താരാഷ്ട്ര വേദികൾ കാണാൻ കഴിയുന്നത്. സെൽഫി എടുക്കുക, അതെ. സെൽഫി വീഡിയോകൾ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റും പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതി നമുക്ക് കുറച്ചുകൂടി ആശ്ചര്യം ആസിയാൻ ജനിപ്പിക്കും. കാരണം ഈ ഭരണാധികാരി രാജ്യങ്ങളിലേക്ക് നരേന്ദ്രമോദി സന്ദർശനം നടത്തിയപ്പോൾ ഒരു വീഡിയോ വളരെ വൈറലായിട്ടുണ്ടായിരുന്നു. സിംഗപ്പൂരിലെ ഭരണാധികാരിയെ നരേന്ദ്രമോദി കാണാൻ പോയിട്ട് കൈ കൊടുത്തു. അപ്പുറം ഇപ്പുറം നിന്ന് രണ്ടുപേരും കൈ കൊടുത്ത് കൈ കുലുക്കി ഫോട്ടോ എടുത്തു. എന്നിട്ട് നരേന്ദ്രമോദി അവിടെ ക്യാമറമാൻ ഒന്ന് പോകാനായിട്ട് പോയപ്പോ നരേന്ദ്രമോദി പറഞ്ഞു, ദിസ് ഈസ് ഒഫീഷ്യൽ ഫോട്ടോ, ഐ നീഡ് എ ഫ്രണ്ട്ഷിപ്പ് ഫോട്ടോ എന്ന് പറഞ്ഞ് പുള്ളി അയാളെ കെട്ടിപ്പിടിച്ച് ഞെരിക്കുക, എന്നിട്ട് അങ്ങ് ചിരിക്കുക രണ്ടുപേരും കൂടെ. ഇറ്റ് ഈസ് അവർ ഫ്രണ്ട്ഷിപ്പ് ഫോട്ടോ എന്നാണ് പറയുന്നത്. അതാണ് നരേന്ദ്രമോദി എല്ലാവരോടും കാണിക്കുക. കാരണം ഒരു അതെ ഭരണാധികാരിയെ നമ്മൾ ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാന് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിക്കഴിഞ്ഞ ശേഷം നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദി ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോയത്. അമേരിക്കയുടെ വിസ നരേന്ദ്രമോദിക്ക് നിഷേധിക്കപ്പെട്ട് നരേന്ദ്രമോദി ഇനി ഒരിക്കലും അമേരിക്കയിൽ കാല് കുത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് അമേരിക്ക ക്ഷണിച്ചിട്ട് അമേരിക്കയിലേക്ക് മോദി പോവുകയാണ്. മോദി പോയപ്പോ ആദ്യമായിട്ട് ബറാക് ഒബാമയായിരുന്നു അന്ന് അവിടുത്തെ പ്രസിഡന്റ്. ബറാക് ഒബാമ അന്ന് ഞാൻ വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടതാണ്, വലിയ വാർത്തയായിരുന്നു. പ്രോട്ടോകോൾ ലംഘിച്ച്, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രോട്ടോകോൾ ലംഘിച്ച് ബറാക് ഒബാമ നരേന്ദ്രമോദിയുമായി ഉല്ലാസയാത്ര, അതായത് ഉദ്യാനങ്ങളിലൂടെയും മറ്റും ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണെന്നാണ് പറയുന്നത്. മിക്കവാറും മോദി വലിച്ചഴിച്ചോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ വിസ നിഷേധിച്ചു അമേരിക്ക. കാരണം അത് ഉം. ഇവിടുത്തെ CPM ഉൾപ്പെടെ കത്തെഴുതുകയും വലിയ പ്രശ്നങ്ങളൊക്കെ വി എസ് അടിസ്ഥാനത്തിൽ അവർ അച്യുതാനന്ദനൊക്കെ കത്തെഴുതി. നിഷേധിച്ചു. നിഷേധിച്ചത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയായിരുന്നു നരേന്ദ്രമോദി. അപ്പൊ ആ ഉം. വാർത്താ ഉം. സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെനിക്ക് തോന്നുന്നു മിക്കവാറും ഉം. മാധ്യമങ്ങൾ അത് കോട്ട് ചെയ്യാറുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞത്, എനിക്ക് വിസ നിഷേധിച്ചു, പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു കാലത്ത് ഈ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ മുമ്പിൽ ഒന്ന് കാണാനും കൂടിക്കാഴ്ചയ്ക്കും വേണ്ടി ക്യൂ നിൽക്കുമെന്ന്. ഇന്ന് ആ അതെ. കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്ത്യയായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ എല്ലാ രാജ്യങ്ങളും മത്സരിക്കുന്നു. നരേന്ദ്രമോദി പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തിന് കൂടെ കെട്ടിപ്പിടിക്കാനും ഫോട്ടോ എടുക്കാനും ഒരുപാട് പേർ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നമ്മൾ പറയും 2014 മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ അധികാരത്തിൽ സർക്കാരായിരുന്നു, അപ്പൊ മതേതര സർക്കാരാണ്, അത് ഇവിടുത്തെ ഉം. ന്യൂനപക്ഷങ്ങൾക്ക് കൂടി ഗുണകരമായ സർക്കാരാണെന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയുന്നെങ്കിലും ആ സർക്കാരുമായിട്ടുള്ള ബന്ധത്തെക്കാൾ ദൃഢമായ ബന്ധമാണ് ഇപ്പോൾ അറബ് കൺട്രീസിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ കൺട്രീസിൽ ഇന്ത്യയുമായിട്ടുള്ളത്. ഉം. അത് വളരെ അടുത്ത ഒരു ബന്ധം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടുത്തെ രാജ്യങ്ങൾ അതെ. പലതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവരുടെ പരമോന്നത ബഹുമതികൾ കൈമാറുന്നു. അത് മാത്രമല്ല, മോദിയുമായി സംസാരിക്കാൻ അവർ തയ്യാറാകുന്നു. എനിക്ക് തോന്നുന്നു 2022 സൗദി രാജകുമാരൻ ആഹ്, 1 കോടി വൃക്ഷത്തൈകൾ, 1 കോടിയാണെന്നാണ് എന്റെ വിശ്വാസം. 1 കോടിയാണോ 10 കോടിയാണോ എന്നറിയില്ല. അതിനകത്ത് ചെറിയ വ്യത്യാസം. വൃക്ഷത്തൈകൾ നടുന്ന ഒരു വലിയ പ്രൊജക്ട് പ്രഖ്യാപിച്ചിരുന്നു. ലോകം മുഴുവൻ ഹരിത, അതായത് ഈ ചെടികൾ, വനം വേണം, അല്ലെങ്കിൽ ചെടികൾ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് മുഖ്യ അതിഥിയായിട്ട് ഈ GCC ഉം. രാജ്യങ്ങളായിരുന്നത്. അതിനകത്ത് മുഖ്യ അതിഥിയായിട്ട് നരേന്ദ്രമോദി ക്ഷണിക്കുകയും ഇന്ത്യ ഇല്ലെങ്കിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പറയുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഭൂവിസ്തൃതി തന്നെയാണ്. അവിടെ കൂടുതൽ മരങ്ങൾ നടാൻ കഴിയുമല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു വളരെ അടുത്ത ബന്ധം നമുക്കറിയാം. ഇപ്പോഴ് ഇറാനുമായിട്ട് നമുക്കുള്ള ബന്ധം അപ്പം നരേന്ദ്രമോദി ഒരേ സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ധനുഷ് പറഞ്ഞ ഈ കോറിഡോറിന്റെ മാത്രമല്ല, അതിന് സമാന്തരമായിട്ട് തന്നെ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, റഷ്യയുമായി ചേർന്നുകൊണ്ട് നമ്മൾ മറ്റൊരു കോറിഡോറും ഒരു വഴിക്ക് തീർക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് ഉം. നമ്മുടെ കോറിഡോർ പോകുന്നത്. ഒന്ന് ഈ പോകുന്ന മിഡിൽ ഈസ്റ്റ് വഴി കയറി ജോർദാൻ വഴി കയറിയിട്ട് അത് ഈ അതെ. യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന ഒന്നാണെങ്കിൽ, അതെ. മറ്റേത് അഫ്ഗാൻ, ഇറാൻ ടച്ച് ചെയ്തത് റഷ്യ, ഉസ്ബെക്കിസ്ഥാനും താജിസ്ഥാനും കടന്ന് അതും വേണമെങ്കിൽ പോളണ്ട് വഴി കയറി ഇപ്പുറത്തേക്ക് എത്താവുന്ന ഉം. രീതി, 2 രീതിയിലാണ് വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ആരെയും നമ്മൾ പിണക്കുന്നില്ല, എല്ലാവരുമായിട്ട് നമുക്ക് സൗഹൃദമാണ്. പിന്നെ ആരാണ് ഏറ്റവും മികച്ച കൂട്ടുകാരെന്ന് വെച്ചാൽ പഴയതുപോലെ പതുങ്ങി നിൽക്കുന്ന ഒരു ഭരണാധികാരിയല്ല. അപ്പം മുമ്പ് നമ്മൾ ആരാണ് നിങ്ങളുടെ കൂട്ടുകാർ, അമേരിക്ക ആണോ റഷ്യ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പരുങ്ങലുണ്ടായിരുന്നു. ഇല്ല, നമ്മൾ ചേരിചേരയാണ്, ആരുടെയും കൂടെ നമ്മൾ ചേരില്ല എന്ന് പറയുന്നിടത്തുനിന്ന് മാറിക്കൊണ്ട് നമുക്കൊരു ചേരി ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. റഷ്യയാണ് എക്കാലവും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആത്മാർത്ഥ ഉം. സുഹൃത്ത്. തുറന്നു പറയാൻ, ഒന്നല്ല പലവട്ടം തുറന്നു പറയാൻ യാതൊരു മടിയും നരേന്ദ്രമോദി കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ഭരണാധികാരിയും അത് അതെ. പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഭയക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരാണ് ഞങ്ങളുടെ അടുത്ത ദോസ്ത്, എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് റഷ്യയാണ് എന്ന് അങ്ങനെയൊന്നും ഒരു രാജ്യവും പറയില്ല. കാരണം ഇവിടുന്നുള്ള സഹായം ഉം. കുറയുമല്ലോ എന്ന് കരുതി. അപ്പൊ അത് പറയാൻ യാതൊരു
മടിയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് എന്റെ സുഹൃത്താണെന്ന് പറയാൻ അദ്ദേഹത്തിന് മടിയൊന്നും ഉണ്ടായി. അമേരിക്കയായിട്ട് ബന്ധമൊന്നല്ല അദ്ദേഹം പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്റെ സുഹൃത്താണ് എന്ന് പറയുന്നതിനും മടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഇതിന്റെ ഒരു പണി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിലൊക്കെ അവരുടെ റെയിൽവേകൾ. പക്ഷെ അന്ന് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു 4-5 വർഷം മുമ്പ് തന്നെ ഈ സൗദിയുമൊക്കെ റെയിൽവേയുടെ പണികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അന്ന്. പക്ഷെ നമ്മളൊക്കെ കരുതിയത് ഒരു സൗദിക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനായിരിക്കും. പക്ഷെ ഇപ്പോഴാണ് നമുക്കത് വ്യക്തമാകുന്നത് അന്നേ തുടങ്ങിയ ഒരു പണിയാണ് ഈ കോറിഡോർ എന്നുള്ളത്. കാരണം ഇത് ഒരു സുപ്രഭാതത്തിൽ ഒരിടത്തുനിന്ന് നമ്മുടെ ഈ നാട്ടിലെ റോഡ് വെട്ടുന്നുണ്ടെങ്കിൽ ഒരിടത്തുനിന്ന് റോഡ് വെട്ടി പോകുന്ന ഒരു പരിപാടിയല്ല. അത് ഓരോ രാജ്യത്തൂടെ കടന്നു പോകുമ്പോൾ ആ രാജ്യമാണ് അതിന്റെ ചെലവ് വഹിക്കുന്നത്. അപ്പൊ ഓരോ രാജ്യങ്ങളും അവരുടെ പണി തീർത്ത് തീർത്ത് വെച്ച രാജ്യങ്ങളുണ്ട്. അപ്പോ ഇപ്പൊ ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞത്, ഞങ്ങളും ഈ ഹമാസോട്ടുള്ള അടി തീർന്ന ഉടൻ തന്നെ ഞങ്ങൾ ഇന്ത്യൻ റെയിൽവേക്ക് വലിയ ടെൻഡർ കൊടുക്കുകയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഈ റെയിൽവേക്ക് വേണ്ടിയിട്ട്. അതും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഈ ഗസ ഒഴിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നുണ്ട്. ആ ഗസയിലുള്ളവരൊക്കെ തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കണം, ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് വരാൻ സമയമെടുക്കും എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ആ പറയുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ്, ഈ കനാല് വരാനുള്ള ഒരു വഴി അവിടെ നിന്ന് വെട്ടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് ഒരുപക്ഷെ ഈജിപ്തിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഇത് മുൻപോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈജിപ്തിനും ഇന്ത്യയും കൂടെ ഒരു ഭാഗമുണ്ട് ഇതിനകത്ത്. കാരണം ഈജിപ്തിനും ഒരു റോളുണ്ട്. കാരണം ഇതിനകത്ത് എല്ലാവർക്കും എന്തെങ്കിലും കിട്ടണമല്ലോ. ഈ സാധനത്തിൽ കൂടെ പൈസ, രാജ്യങ്ങൾക്ക് പണം വേണം. അപ്പൊ അതുവഴി പോകുന്ന കപ്പലുകളുടെ ഒരു ടാക്സ്, ഈജിപ്തിന്റെ അതിർത്തി വഴി കടന്നു പോകുന്നത്, ഈ ഈജിപ്തിന്റെ കടൽ വഴി കടന്നു പോകുന്നവർക്ക് ഒരു ടാക്സ്, അത് ന്യായമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഈജിപ്തോട് സഹകരിച്ചു കഴിഞ്ഞാൽ ഈ ധനുഷ് നേരത്തെ പറഞ്ഞ പോലെ ഗസയിൽ കൂടെ അവർക്ക് സുന്ദരമായിട്ടൊരു കനാല് പണിതീർത്തെടുക്കാൻ പറ്റും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന പോർട്ടുകൾ എടുക്കുക എന്നുള്ളതാണ്. തുറമുഖങ്ങളാണ് നമ്മളിപ്പോൾ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ നമ്മളിപ്പം ഇറാനിലെ ആയാത്ത്, അതായത് ഈ അവരുടെ ഈ ചൈന പാകിസ്ഥാന്റെ പിടിച്ചെടുത്ത ആ ഒരു ചൈനയ്ക്ക് കൊടുത്തൊരു തുറമുഖം ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്, പേര് ഞാൻ വിട്ടുപോയി. ബലൂചിസ്ഥാനിലുള്ള ഗദ്ദാർ തുറമുഖം പിടിച്ചു കഴിഞ്ഞാൽ, ഗദ്ദാർ തുറമുഖം ചൈനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ നമ്മൾ ചെയ്തത് ആ ഗദ്ദാർ തുറമുഖത്തിന്റെ 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ചബ്ബാർ തുറമുഖം നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് നമ്മൾ പോകുന്ന ഒരു കാഴ്ചയാണ് റോഡിന്റെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ചൈനയുടെ റോഡ് പദ്ധതിയെക്കാളും വളരെ വേഗത്തിൽ ഈ റോഡ് പദ്ധതി തീരും എന്നാണ്. ഇതിന്റെ പണി തീരും പെട്ടെന്ന്. എന്തായാലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള രാജ്യങ്ങളൊന്നും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന രാജ്യങ്ങളോ ഇല്ലെങ്കിൽ വലിയ രീതിയിൽ ചൈനയുടെ ഒരു പ്രശ്നം എന്താ അറിയോ ചേട്ടാ, ചൈന എപ്പോഴും ഈ പൈസ ഉണ്ടെങ്കിൽ പോലും കച്ചവട താല്പര്യങ്ങൾ കൂടെ ഉണ്ട് ചൈനയ്ക്ക്. ചൈന ഒരു രാജ്യത്തിലേക്ക് വന്ന് ആ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലെടുത്ത് ആ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നം നടക്കുന്ന സ്ഥലങ്ങൾ ചൈന നോട്ടമിട്ട് അവിടെ ചൈന ഫണ്ട് ഇറക്കി അവിടെ പല കാര്യങ്ങളും ചെയ്യാനാണ് ശ്രമിച്ചത്. ആ സംഭവം പാകിസ്ഥാനിൽ ചൈനയ്ക്ക് പഴിച്ചു. കാരണം പാകിസ്ഥാനെ കുറിച്ച് ചൈനയ്ക്ക് കൃത്യമായ ധാരണ ഇല്ലായിരുന്നു എന്ന് ചൈനയ്ക്ക് ഇപ്പോ നടക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ച് മനസ്സിലായിട്ടുണ്ട്. കാരണം ചൈനീസ് പൗരന്മാർ അവിടെ മരിച്ചു വീഴുകയാണ്. കാരണം ബലൂച്ച് ലിബറേഷൻ ആർമി ചാവേറായി വന്ന് ചൈനീസ് പൗരന്മാരെ പൊട്ടിത്തെറിച്ച് മരിക്കുമ്പോൾ ചൈനീസ് പൗരന്മാർ കൂടെ മരിക്കുകയാണ്. അപ്പൊ ചൈനയ്ക്ക് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി പാകിസ്ഥാനിൽ നമ്മുടെ ഒരു കളിയും വില പോകില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ ഒരു വമ്പൻ സൈനിക വിന്യാസം നടത്താന്ന് പറഞ്ഞാൽ നടക്കില്ല, ചൈനയുടെ ഒരു ഇമേജ് പോകും. ഇപ്പൊ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ചൈന പലരെയും ഡെത്ത് ട്രാപ്പിൽ പെടുത്തുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഒരു രാജ്യത്ത് പോയി മാന്യമായിട്ട് ആ രാജ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നാലും പ്രസിഡന്റ് ആയിരുന്നാലും സംസാരിച്ച് കരാറുണ്ടാക്കി നിങ്ങൾക്ക് ഇത്ര കിട്ടും, ഞങ്ങൾക്ക് ഇത്ര കിട്ടും എന്ന് പറയുന്നു. അതിൽ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞ് അത് അവനെ കൊണ്ട് അംഗീകരിപ്പിച്ച്, ഇനി അത് അവര് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായി അവരെ ദ്രോഹിക്കാതെ നമ്മൾ വേറെ അതിലും നല്ല വഴി നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അല്ല നമ്മള് ഇവരെ പോലെ അങ്ങനെ മുതലെടുക്കാനാണെങ്കിൽ നമുക്കൊക്കെ എന്തോരം കാര്യങ്ങൾ മുതലെടുക്കാമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഈ മിഡിൽ ഈസ്റ്റിൽ കൂടെ പോകുന്ന ഈ കോറിഡോറിനകത്ത് അലമ്പുണ്ടാക്കുന്ന രാജ്യങ്ങൾ ആരും തന്നെ ഇല്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ചൈനയുടെ റോഡ് പദ്ധതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചൈനയാണ് അതിനകത്ത് ഭൂരിപക്ഷം ഫണ്ട് മുടക്കുന്നത്. കാരണം ആ റോഡ് കടന്നു പോകുന്നിടത്തൊക്കെ ഈ ധനുഷ് നേരത്തെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളും ദരിദ്രന്മാരും ഒക്കെ ഉള്ള സ്ഥലമാണ്. ചൈന തന്നെ ഫണ്ട് മുടക്കും. പക്ഷെ ഈ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈ കോറിഡോറിന് ഇന്ത്യ മുടക്കണ്ട, അല്ലെങ്കിൽ അമേരിക്ക മുടക്കേണ്ട ആവശ്യമില്ല. ഇത് കടന്നു പോകുന്ന രാജ്യങ്ങൾ തന്നെ മുടക്കുകയും അങ്ങനെ പോകുന്ന ഒരു റോഡാണ്. പിന്നെ ഈ പറഞ്ഞ ഹൂത്തി പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുണ്ട്. അതിപ്പോ എല്ലായിടത്തും കൂടെ വഴി വെക്കുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ട്രംപ് മാത്രമല്ല, ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇറാനെ പൂർണ്ണമായി കൂട്ടിക്കെട്ടുമെന്നൊക്കെ. ഇറാനെ ഒതുക്കി നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ, അവർക്ക് വേണ്ടി ഊർജ്ജ മേഖലയിലൊക്കെ അവർക്ക് വേണ്ട ചില ഹെൽപ്പുകൾ ട്രംപ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്, ട്രംപ് ആയാലും ഇസ്രായേൽ ആയാലും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കൊമേനിമാരുടെ ആ ഒരു യുഗം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇറാൻ അയത്തുള്ള ഖൊമേനിയുടെ ആ ഒരു
ഭരണം അവസാനിച്ച് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഇറാനുമായിട്ട് സ്നേഹിച്ചു പോകുന്നതിന് വേറെ ഒരു തടസ്സവുമില്ല. കാരണം ഇവരെല്ലാം എന്താണ് ഒറ്റ ചങ്കായിട്ട് നിന്ന് ചങ്ങാതിമാര് തന്നെയാണ് ഒരു 10-22 വർഷം മുമ്പ്. അപ്പൊ ഈ ഖൊമേനി വന്ന് മാറിക്കഴിയുകയാണെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്വത്തിന് തടയിടുകയാണെങ്കിൽ, അതായത് ഇപ്പം അയത്തുള്ള ഖൊമേനിക്കുള്ള പവറുകളെല്ലാം പോയിട്ട് ഖൊമേനി ഒരു ആത്മീയ നേതാവായി മാത്രം നിലകൊള്ളുകയും അദ്ദേഹത്തിന്റെ എന്താ പറയുക ഓർഡറുകൾക്ക് പവർ ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ ആ കാലം അധികം വിദൂരമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരും. അല്ലാതെ ഈ ഇറാനെയൊക്കെ നമുക്ക് വിചാരിക്കുന്നത് ട്രംപ് പൂട്ടിക്കെട്ടുമെന്ന് നമ്മൾ കരുതേണ്ടതായിട്ടില്ല. കാരണം അവിടെയും ഇവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു സമവായത്തായിരിക്കും അവർ മുൻപോട്ട് പോകാനുള്ള ശ്രമം നടക്കുന്നത്. അതിനകത്തൊരു പ്രധാന കണ്ണി ഇന്ത്യയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ജാക്ക്പോട്ടാണ്, ബമ്പറാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഉള്ള രാജ്യങ്ങൾക്ക് ബലം പകരുന്ന രീതിയിലാണ് എല്ലായിടത്തും പോകുന്നത്. എല്ലായിടത്തെയും ഭരണാധികാരികൾ, കാരണം ഈ കോറിഡോർ പോകുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഭരണാധികാരികളും ഒരു കാര്യമുണ്ട്. ഈ രാജ്യങ്ങളുമാണ്. കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റെയിൽവേ കണക്ടിവിറ്റി ആണ് അതിഭീകരമായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. റെയിൽവേ കണക്ടിവിറ്റി മാത്രമല്ല, ഗ്രീൻ ഹൈഡ്രജൻ കയറ്റുമതിക്കുള്ള പൈപ്പ് ലൈൻ അടക്കമുള്ള ഒരു ഗംഭീര സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. ഡിജിറ്റൽ കണക്ടിവിറ്റി കേബിൾ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു വമ്പൻ ഒരു കോറിഡോർ ആണ് ഇന്ത്യ ബിൽഡ് ചെയ്യാൻ പോകുന്നത്, IMEC എന്ന് പറയുന്ന കോറിഡോർ. ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്ന ആ ഒരു വാതകം എന്നൊക്കെ പറയുന്നത് ഇനി ലോകത്തിന്റെ പ്രതീക്ഷയാണ്. കാരണം പൊല്യൂഷൻ ഇല്ല, അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് കാര്യം പോകണം. ഇപ്പോ ലോകത്തിൽ നമ്മൾ റിന്യൂവബിൾ ആയിട്ടുള്ള സകല കാര്യങ്ങൾ, അല്ല നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സകല കാര്യങ്ങളും എടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പുതിയ ഊർജ്ജം വേണം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചന്ദ്രനിൽ പോയി നമ്മൾ ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്തല്ലോ സൗത്ത് പോളിൽ. അതായത് ചന്ദ്രന്റെ നമ്മൾ കാണുന്ന വശമല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വശം. അവിടെ സൗത്ത് പോളിൽ പോയി സോഫ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയത് അതുകൊണ്ടാണ്. കാരണം ഈ സൗത്ത് പോളില്, ചന്ദ്രന്റെ സൗത്ത് പോളില് ഹീലിയം ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്. ഈ ഹീലിയം ഐസോട്ടോപ്പ് അത് ആരാണോ ഭൂമിയിൽ എത്തിക്കുന്നത് അവരാണ് ഇനി അടുത്ത രാജാവ്. ഈ സൗദി അറേബ്യ പെട്രോൾ കണ്ടുപിടിച്ച പോലെ അടുത്ത രാജാവ് അവരാണ്. ആ ഹീലിയം ഐസോട്ടോപ്പ് എങ്ങനെയെങ്കിലും, പക്ഷെ അത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എങ്ങനെ കൊണ്ടുവരുമെന്ന് അറിയില്ല. അപ്പൊ അവിടെ സൗത്ത് പോളിൽ പോയി ലാൻഡ് ചെയ്ത് രണ്ടിനകത്ത് നമ്മുടെ പേടകം അതിന്റെ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഉള്ളൊരു സംഭവം, അത് അതുവരെ ആയിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ നമ്മൾ സത്യം പറഞ്ഞ ഒന്നുമല്ല. അപ്പോഴേക്കും നമ്മൾ ഭൂമിയെ മുഴുവൻ ചൂഷണം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ഗ്രീൻ ഹൈഡ്രജൻ അത് ഇത് പോകുന്ന രാജ്യങ്ങൾക്ക് മുഴുവൻ കയറ്റുമതി ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ളവർക്കും സകലതും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും IMEC 2 വ്യത്യസ്ത ഇടനാഴികളോടുകൂടെ ചർച്ചകൾ സജീവമായിട്ട് നടക്കുകയാണ്. ഇതിനകത്ത് വെല്ലുവിളികളൊന്നും നിലവിലില്ല എന്നുള്ളതാണ്. കുറച്ച് ഭീകരവാദ പ്രവർത്തനങ്ങളുള്ള മേഖലയിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല. എങ്കിലും ചില ഭീഷണികൾ ഉണ്ട് എന്ന് ഇന്ത്യ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഈ ഹൂത്തി വിമതരുടെയൊക്കെ വിഷയമാണ്. അത് ഇസ്രായേലും അമേരിക്കയും നോക്കിക്കോളും. കാരണം അവർ ഇസ്രായേലിലൂടെ കനാല് പണിയുമ്പോഴും ഇവരാണ് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യയിലൂടെ അവർ മിസൈൽ അയക്കാറുണ്ട്. അങ്ങനെ ഈ ഹൂത്തി വിമതരുടെ കാര്യത്തിൽ അവരൊരു തീരുമാനം ഉണ്ടാക്കും. അതിലും ഇന്ത്യ യാതൊരുവിധ കാര്യവും ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.